നമസ്കാരം. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. കൽക്കരിയിൽ തുടങ്ങി ഡീസലിലൂടെയും വൈദ്യുതീകരണത്തിലൂടെയും വളർന്ന ഇന്ത്യൻ റെയിൽവേ ഇന്ന് പുതിയ ചുവടുവയ്പ് നടത്തുകയാണ്. ശബ്ദമില്ലാതെ പുകയില്ലാതെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഇനി കുതിച്ചുപായും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ട്രെയിനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഹരിയാനയിൽ പുതിയ ഹൈഡ്രജൻ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുക. ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 13 വർഷത്തിനിടെ രാജ്യം എത്രത്തോളം പുരോഗതി കൈവരിച്ചു അല്ലേ. ഇനി നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഇന്ന് പോവുകയാണെങ്കിൽ 6ാം ദിനവും അവിടെ ഇറാനും അമേരിക്കയും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ കൊട്ടിഘോഷിച്ച് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായില്ലേ. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്. ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായകമാണ്. കൂടാതെ +1 പരീക്ഷാ ഫലം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും ആകാംക്ഷയിലാണ്. എന്തായാലും നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ SIT സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിൽ DGPയുടെ തുടർ നടപടി നിർണായകം. ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടാനൊരുങ്ങി DGP. ADGPക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കും. BJP ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി നേതൃത്വം. നാളെ ചേരുന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായേക്കും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം. പുതുചരിത്രം കുറിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ട്രാക്കിലിറങ്ങും. ഹരിയാനയിൽ ഹൈഡ്രജൻ ട്രെയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച രാജ്യത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളും ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഇറാനിൽ ആക്രമണം തുടർന്ന് അമേരിക്ക. ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങൾ ആക്രമിച്ച് അമേരിക്ക. ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി. കുവൈറ്റിലും ജോർദാനിലും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയെന്ന അവകാശവാദവുമായി ഇറാൻ. സ്റ്റാർഷിപ്പ് 13 വിക്ഷേപണ ദൗത്യം അവസാന നിമിഷം ഉപേക്ഷിച്ചു. തിരിച്ചടിയായത് എല്ലാ എഞ്ചിനുകളും ജ്വലിക്കാത്തത്. പുതിയ വിക്ഷേപണം വൈകാതെ നടക്കുമെന്ന് സ്പേസ് എക്സ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ രാമായണ പുണ്യവുമായി ആത്മവിശുദ്ധിയുടെ കർക്കടകം. ഇനി രാമകഥാശീലികൾ മുഖരിതമാകുന്ന ഒരു മാസക്കാലം. വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് രാമായണ മാസാചരണത്തിന് തുടക്കം. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ കാത്ത് ആരാധകർ. അർജന്റീന സ്പെയിൻ കലാശ പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30. പരിശീലനം തുടങ്ങിയ അർജന്റീന. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഇന്ന് ADGP MR അജിത് കുമാറിന് നിർണായകമാണ്. ഈ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ SIT സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിൽ DGPയുടെ തുടർ നടപടി ഇനി നിർണായകമാണ്. അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ഉടൻ കൈമാറിയേക്കും. ഈ സ്ഥാനക്കയറ്റത്തിനായി ഈ മാസം 20-ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ഒരു റിപ്പോർട്ട് നമുക്കറിയാം, അത് DGP തള്ളിയിരുന്നു. അതിനുശേഷം ചില അവ്യക്തതകൾ ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ അവ്യക്തതയൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ തലവൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നടപടി ഉറപ്പ് അല്ലേ? അശ്വിനി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് MR അജിത് കുമാർ, ADGP MR അജിത് കുമാറിനെതിരായ ഒരു റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര വകുപ്പിന് ലഭിക്കുമോ? അതിനപ്പുറത്തേക്ക് സംസ്ഥാന പോലീസ് മേധാവി അതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം ഇന്നലെ അടിയന്തരമായാണ്, അതായത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് SIT ഈ ക്രൈമിന്മേൽ, അതായത് കുറ്റക്കാരൻ MR അജിത് കുമാർ കുറ്റക്കാരനാണ് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 23-നായിരുന്നു ആദ്യ റിപ്പോർട്ട് നൽകിയത്. ആദ്യ റിപ്പോർട്ടിന് ശേഷം ആ റിപ്പോർട്ട് മടക്കി അയച്ചു. അതിനുശേഷം അതിവേഗത്തിൽ തന്നെയാണ് വീണ്ടും ഒരു അന്വേഷണം, അതിൽ വ്യക്തത തേടിയ റിപ്പോർട്ട് അതിവേഗത്തിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് DGPക്ക് SIT സംഘം സമർപ്പിച്ചത്. SP ഷൗക്കത്തിൽ തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്.
ആദ്യ റിപ്പോർട്ടിൽ എം.ആർ. രജികുമാറിന്റെ പേര് പ്രതിപാദിച്ചിട്ടില്ല. ഇതിൽ കാരണക്കാരൻ എം.ആർ. രജികുമാറാണ്, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ എം.ആർ. രജികുമാർ ഇടപെട്ടു എന്ന് ആദ്യ റിപ്പോർട്ടിൽ പരാമർശിച്ചില്ല. എന്നാൽ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇതിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുവെങ്കിലും അന്നത്തെ ADGP എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ അന്നത്തെ ADGP എം.ആർ. രജികുമാറിന് എല്ലാവർക്കും പറയാം. പക്ഷെ ആ റിപ്പോർട്ടിൽ എം.ആർ. രജികുമാറിന്റെ പേര് പ്രതിപാദിക്കാത്തതുകൊണ്ട് അതിൽ വ്യക്തത പോരാ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGP ആ റിപ്പോർട്ട് മടക്കി അയച്ചത്. വീണ്ടും പുനരന്വേഷണം നടത്തി, അല്ലെങ്കിൽ ഒരു പുതിയ റിപ്പോർട്ടാണ് SP ഷൗക്കത്ത് അലിയാർ DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി എം.ആർ. രജികുമാറിന്റെ പേര് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഇടപെടൽ എം.ആർ. രജികുമാർ നടത്തിയിട്ടുണ്ട്. അതായത് കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്ന് പേര് പ്രതിപാദിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിക്കുമേൽ രജികുമാറിന്റെ പേര് പരാമർശിച്ചിട്ടുള്ള പ്രതികൂട്ടിലാക്കുന്ന റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്ത് നടപടി സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ രജികുമാറിനോട് വിശദീകരണം തേടി DGP. വിശദീകരണം തേടി രജികുമാറിന്റെ മറുപടി കൂടി കേട്ട ശേഷം അതുകൂടി ചേർത്താകും ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് കൈമാറുക. ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം ഇത് ആഭ്യന്തര മന്ത്രിക്ക് എത്തുന്നു. അതിനുശേഷം ആഭ്യന്തര മന്ത്രി എന്ത് നിലപാടി അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നടക്കം ചർച്ച ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ ഈ മാസം 20-നാണ് DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നതിന് ഇനി ആകെ 3 ദിവസം മാത്രമാണ് ബാക്കി. ഈ ദിവസത്തിന് മുമ്പ് ആഭ്യന്തര സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ റിപ്പോർട്ട് എത്തണം. എന്നാൽ മാത്രമേ DGP സ്ഥാനക്കയറ്റത്തിനുള്ള ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ എം.ആർ. രജികുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതൊക്കെ. പക്ഷേ ആ റിപ്പോർട്ട് വൈകിയാൽ, അതായത് 20-ന് ശേഷം കിട്ടിയാൽ പോലും ഒരുപക്ഷെ സ്ഥാനക്കയറ്റ ശുപാർശയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പുനർവിചാരണ അല്ലെങ്കിൽ പുനർചിന്തയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ മാസം 31-നാണ് അഗ്നിശമന സുരക്ഷാ മേധാവിയായിരിക്കുന്ന നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. അദ്ദേഹം വിരമിക്കുമ്പോഴാണ് DGP പദവിയിൽ ഒഴിവ് വരികയും അവിടെ ADGP എം.ആർ. രജികുമാറിന് ശുപാർശ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എം.ആർ. രജികുമാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്ന ആ കുറ്റത്തിൽ അല്ലെങ്കിൽ ആ കുറ്റാരോപണത്തിൽ, ആ കേസിൽ സർക്കാർ എന്ത് നടപടി അല്ലെങ്കിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നത് ഏറ്റവും നിർണായകം തന്നെയാണ്. DGP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതൊക്കെ തന്നെയാകും ഈ അവസരത്തിൽ നിർണായകമാകുന്നത്. ഐശ്വര്യ. അതെ അൺഫിൽഡ്, എന്തായാലും ഒരു വല്ലാത്തൊരു രക്ഷാപ്രവർത്തനത്തിൽ നടപടി എന്തായാലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അൺഫിൽഡ്, മറ്റൊരു കാര്യം, ഇന്ന് BJP ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് BJP നേതൃത്വം. നാളെയാണ് കോർ കമ്മിറ്റി ചേരുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നേതാക്കൾക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗവും രംഗത്തുണ്ട്. എന്തായാലും അവിടെയും കലുഷിതമാണ് അല്ലേ? തീർച്ചയായും സംസ്ഥാന തലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP ഘടകത്തെ വലിയ രീതിയിൽ തന്നെ ആടിയുലപ്പിച്ച ഒരു വിവാദമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് വലിയ രീതിയിൽ ലക്ഷങ്ങളുടെ തിരിമറിയാണ് നേതാക്കൾ ഇടപെട്ട്, അതായത് ഉന്നതരായ നേതാക്കൾ ഇടപെട്ട് ഈ തിരിമറിക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് ഓരോ ദിവസം കഴിയുന്നതോറും തെളിവുകളൊക്കെ പുറത്തു വരുന്നു. കൂടുതൽ ശബ്ദരേഖകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി പദവിയിലുള്ള പോലും പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലാണ് ഈ തെളിവുകളും രേഖകളും ഒക്കെ പുറത്തു വരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണ്. അദ്ദേഹം നാളെയാണ് മടങ്ങിയെത്തുന്നത്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ശക്തമായ നടപടി, അതായത് കുറ്റാരോപിതരും പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവർക്കെതിരേക്ക് ഒരു അന്വേഷണം നടത്തി ആഭ്യന്തര അന്വേഷണം ആദ്യം ഉണ്ടാകും. നാളെ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ BJPയുടെ കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നാണ് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ ആ കോർ കമ്മിറ്റിയിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കും. വലിയ ഒരു വിഭാഗം ഇപ്പോഴും ഇതിനെതിരെ, അതായത് ഇത് കൃത്യമായി വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല, ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം രംഗത്തുണ്ട്. മാത്രമല്ല ഇത് ആരെയും സംരക്ഷിക്കാൻ പാടില്ല. ഇത് നൽകുന്ന തെറ്റായ മെസ്സേജ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഘാതം സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് സംഭവിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഇത്തരം പ്രവണതകൾ നുള്ളിക്കളയണമെന്ന രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അത് സമ്മർദ്ദം ചെലുത്തി ഒരു വലിയൊരു വിഭാഗം ഇപ്പോഴും BJPക്ക് ഉണ്ട്. കുറ്റക്കാരെ ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. 3 MLA-മാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന് അതിന്റെ തിളക്കം മുഴുവനും കെടുത്തുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അഴിമതി ആരോപണം, ഫണ്ട് തട്ടിപ്പ് വലിയ രീതിയിലാണ് ദേശീയ നേതൃത്വത്തെ പോലും ചൊടിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്
എന്നുള്ളതാണ് ഇവിടെ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഇതിൽ ശക്തം ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ നാളെ മടങ്ങിയെത്തുമ്പോൾ കോർ കമ്മിറ്റിയിൽ വളരെ ശക്തമായ നടപടി പ്രതിക്കൂട്ടിലായവർക്കെതിരെ സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഉയരുകയും ആ രീതിയിലൊരു നിലപാടുണ്ടാവുകയും ചെയ്യും. കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. നാളെ തന്നെ അത് ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ കടക്കും. ഇത് ഏത് കാരണവശാലും ഇതിൽ ആരോപിതരായ മുഴുവൻ പേർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നത്. അതേസമയം നാളെ ഈ കോർ കമ്മിറ്റി ചേരുമ്പോൾ ആദ്യപടി എന്ന രീതിയിൽ ഒരു ആഭ്യന്തര അന്വേഷണമായിരിക്കും പ്രഖ്യാപിക്കുക. ആഭ്യന്തര അന്വേഷണം വെച്ചാൽ പാർട്ടി തലത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു കമ്മീഷൻ രൂപീകരിച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുക. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോലീസിൽ ഇത് സംബന്ധിച്ച് നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല, കാര്യമായ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പോലീസിലൊരു അന്വേഷണമൊക്കെയോ അല്ലെങ്കിൽ പരാതിയൊക്കെ വരുമ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകുമോ എന്നത് അത് രണ്ടാമത്തെ ഘട്ടമാണ്. എന്തായാലും ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ വളരെ ഗൗരവത്തോടെ പാർട്ടി സംസ്ഥാന ഘടകം വലിയ രീതിയിൽ വെട്ടിലാകുകയും പ്രതിരോധത്തിലാകുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അദ്ദേഹം വിദേശത്താണ്. നാളെ മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം ഇതിൽ മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഉത്തരം നൽകേണ്ടി വരും. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വിഷയത്തിൽ നാളത്തോടുകൂടി ഇനി എന്താണ് സംസ്ഥാന ഘടകത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള തീരുമാനം നമുക്കറിയാൻ പറ്റും. എന്തായാലും കഴിഞ്ഞ ദിവസം പി.കെ. കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് രംഗത്ത് വന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ഒരു നിലപാട് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ശരി അൻഫിൽഡ്, എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നാളെ ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തുകയാണ്. BJP കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ ആർക്കൊക്കെ എതിരെ നടപടിയെടുക്കും എന്ന് കണ്ടറിയാം. പുതുചരിത്രം കുറിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ട്രാക്കിലിറങ്ങും. ഹരിയാനയിൽ ജിൻ സോനിപത് റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച രാജ്യത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളുമായി ചേർന്നത് ജിഷ്ണു കൃഷ്ണനാണ്. ജിഷ്ണു, വളരെ അഭിമാനകരമായ ഒരു നിമിഷം വാർത്തയാണ് ഇത്. കാരണം തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്തൊരു ട്രെയിനാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? അശ്വിന, രാജ്യത്തെ റെയിൽവേ ഗതാഗത മേഖലയിൽ ഒരു പുതിയ ചരിത്രം തന്നെയാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറങ്ങുകയാണ്. ഹരിയാനയിൽ ജിന്ദ് സോനിപത് റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ഹൈഡ്രജൻ ഫ്യൂൽ ഉപയോഗിക്കുമ്പോൾ എന്നുള്ളത് മലിനീകരണമില്ലാത്തതും ഒപ്പം വേഗത ഉറപ്പാക്കാൻ സാധിക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ലോകത്ത് തന്നെ 5ാമത്തെ രാജ്യമാണ് ഈ ഹൈഡ്രജൻ ഫ്യൂൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ സർവീസ് നടത്തുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അതിൽ തന്നെ മറ്റൊരു അഭിമാനം എന്നുള്ളത് ഈ സാങ്കേതിക വിദ്യ നിലവിൽ രാജ്യം പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. റെയിൽവേ വ്യക്തമാക്കുന്നത് ഈ ഒരു റൂട്ടിൽ ജിന്ദ് റൂട്ടിൽ വിജയകരമായി ഓടി പൂർത്തിയാക്കുമ്പോൾ അതിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി രാജ്യത്തെ മറ്റ് റെയിൽവേ റൂട്ടുകളിലേക്കും ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവരും എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിക്കുന്നത്. ഒപ്പം രാജ്യത്ത് അമൃത് ഭാരത് പദ്ധതി, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് വേണ്ടി, റെയിൽവേ സ്റ്റേഷനുകളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി പ്രകാരം നവീകരിച്ച 75-ലധികം റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് നാടിന് സമർപ്പിക്കും. ആ ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. ഐശ്വര്യ. ശരി, എന്തായാലും പുതുചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ട്രാക്കിലിറങ്ങുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഇന്ന്. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ജിതിൻ ഭാസ്കർ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘമാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ചേരുന്നത് ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മി, എപ്പോഴാണ് കോടതി ഈ ഒരു കേസ് പരിഗണിക്കുക? ഐശ്വര്യ, താൻ 200 പേർക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ജിതിൻ ഭാസ്കർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതുകൂടാതെ തന്നെ ജയിലിൽ നിന്ന് മോചിതനായി കഴിഞ്ഞ ശേഷം 2 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ്, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് SIT ജിതിൻ ഭാസ്കർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിലാണ് വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയുക. ഏതായാലും അത് സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ്. 19 ദിവസം വടകര
സബ് ജയിലിലായിരുന്നു ജിതിൻ ഭാസ്കർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഈ ഒരു 10-19 ദിവസത്തിന് ശേഷം ജൂലൈ 4-നാണ് ജിതിൻ ഭാസ്കർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതുപോലെ തന്നെ CPM പ്രവർത്തകർ സ്വീകരണം നൽകിയിരുന്നു. അതെല്ലാം വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ജിതിൻ ഭാസ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതൊരു വലിയ വിവാദമായി മാറുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയത് തന്നെ കർശന ഉപാധികളോടെയായിരുന്നു. ഇതെല്ലാം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏതായാലും SIT ഹർജി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, അതായത് ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ അതിന്റെ പ്രോസിക്യൂഷൻ അന്ന് ബാധിച്ചത് കൃത്യമായ തെളിവുകൾ, അതായത് ജിതിൻ ഭാസ്കറിന്റെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് മറ്റ് 200 പേർക്ക് അയച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നശിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ജിതിൻ ഭാസ്കറിന് അതായത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയൊക്കെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്ന് SITയുടെ ഈ ഒരു ഹർജിയുടെ പരിഗണിച്ചതിനെ തുടർന്ന് വിധി പറയുകയാണ്. സുപ്രധാന വിധി തന്നെയാണുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും അതായത് വിധി വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രധാനമായും പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസ് മാത്രമാണ് എന്നുള്ളതാണ്. പോലീസ് കള്ളം പറയുകയാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട്, അല്ലെങ്കിൽ അത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫോറൻസിക് വിഭാഗം അടക്കം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം സാഹചര്യത്തിലാണ് SIT ഇത്തരത്തിലൊരു ഹർജി റദ്ദാക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്ന ഐശ്വര്യ. ശരി, എന്തായാലും വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയാണ് ഫേസ്ബുക്കിലൂടെ ജിതിൻ ഭാസ്കർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ SIT ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതിലാണ് ഇന്ന് കോടതി വിധി പറയുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മി. ഇനി നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. തുടർച്ചയായി 6-ാം രാത്രിയിലാണ് ഇറാനിൽ US ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങൾ ആക്രമിച്ചു. ബന്ദർ അബ്ബാസിലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിച്ചതായാണ് വിവരം. തെക്കൻ ഇറാനിലെ വിവിധയിടങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായി. ഇന്നലെ മുതൽ വടക്കുഭാഗത്തേക്കും ആക്രമണം വ്യാപിപ്പിച്ചതായി US അറിയിച്ചു. അതിനിടെ ഹോർമൂസിൽ ഇറാന് നിയന്ത്രണം നഷ്ടമായെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇറാനും ഗൾഫ് മേഖലകളിൽ തിരിച്ചടിക്കുകയാണ്. കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് V3യുടെ പരീക്ഷണ വിക്ഷേപണം അവസാന നിമിഷം നിർത്തിവച്ചു. ടെക്സസിലെ സ്റ്റാർ ബേസിൽ നിന്നും ഇന്നലെ നടക്കേണ്ടിയിരുന്ന സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് 13ാമത് പരീക്ഷണ വിക്ഷേപണമാണ് കുതിച്ചുയരാൻ 1 സെക്കൻഡിൽ മാത്രം താഴെ സമയമുള്ളപ്പോൾ നിർത്തിവച്ചത്. വിക്ഷേപണത്തിന് തൊട്ട് മുൻപ് റോക്കറ്റിന്റെ റാപ്റ്റർ എഞ്ചിനുകൾ തനിയെ ഓഫായതോടെ വിക്ഷേപണം തടയുകയായിരുന്നു. ഈ മാസം 20-ന് ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ FCRA ബില്ല് പരിഗണനയ്ക്ക് വരും. ലോക്സഭാ സെക്രട്ടേറിയറ്റ് FCRA അടക്കം 7 ബില്ലുകൾ ലിസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. FCRA നിയമ ഭേദഗതി ഒരു മതത്തെയും ലക്ഷ്യം വെച്ചല്ല കൊണ്ടുവരുന്നത് എന്ന് അമിത്ഷാ പറഞ്ഞതായും ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണത്തിൽ വ്യക്തതയുണ്ടെന്നും CBCA അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഫലം വെബ്സൈറ്റിൽ ലഭ്യമാകും. മാർച്ച് മാസം നടന്ന പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിക്കുന്നത്. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പരീക്ഷാഫലം അറിയാനാകുന്നത്. ജൂൺ മാസം 10-ാം തീയതി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പശ്ചിമേഷ്യയിൽ പരീക്ഷ മാറ്റിവെച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യൻ യുദ്ധം ഗൾഫ് മേഖലയെ ആകെ ബാധിച്ചതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് പരീക്ഷാഫലവും നീളുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 2-നായിരുന്നു +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ പെരിയാർ തീരത്ത് 139 കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിൽ. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കേണ്ടവരുടെ പട്ടിക അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കിയത്. ഇടുക്കി ജില്ലയിൽ പ്രകൃതി ദുരന്ത സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പുഴകളും തോടുകളും ജലാശയങ്ങളും കയ്യേറി നടത്തിയിട്ടുള്ള മുഴുവൻ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഒഴിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ ഗ്രാമപഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പെരിയാർ തീരത്തുള്ള കർഷകരും വ്യാപാരികളും ഉൾപ്പെടെ
139 കുടുംബങ്ങളാണ് കുടിയിറക്ക ഭീഷണി നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് മാറുക എന്ന് പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇത് ഇന്നലെയോ ഇന്നോ ഒന്നും ഇവിടെ വന്ന് വീട് വെച്ച് താമസിക്കുന്നവരല്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ 50 വർഷക്കാലം മുകളിലായി കെട്ടിടങ്ങൾക്ക് നികുതി അടച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്ന വ്യക്തികളാണ്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കെട്ടിട ഉടമകൾക്ക് 15 ദിവസത്തിനകം നോട്ടീസ് നൽകും. പുനരധിവാസവും ജീവനോപാധിയും നൽകാതെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഇലക്ട്രിസിറ്റി ഉണ്ട്, പഞ്ചായത്ത് കരം കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ മുഴുവൻ. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഞങ്ങൾക്ക് വേറെ താമസിക്കാൻ വീടുകളോ അല്ലെ സ്ഥലമോ ഉള്ളവരല്ല ഇവിടെയുള്ളവരൊന്നും. കളക്ടറുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി MNAമാർക്ക് നിവേദനം നൽകി. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും വിവരം ധരിപ്പിക്കും. പതിറ്റാണ്ടുകളായി പെരിയാർ തീരത്ത് താമസിക്കുന്ന 139 കുടുംബങ്ങൾ ആശങ്കയുടെ മുൾമുനയിലാണ്. വേണ്ടിവന്നാൽ നിയമപരമായി പ്രശ്നത്തെ നേരിടാനാണ് ഇവരുടെ തീരുമാനം. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാട്ടാനകൾ നാട്ടിലേക്ക് വരുന്നത് ജനജീവിതത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് തൃശ്ശൂരിൽ നിന്നും വരുന്നത്. തൃശ്ശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ നിന്നും വിട്ടൊഴിയാതെ കാട്ടാനകൾ. ചേലക്കര ചെറംകോണത്ത് കാട്ടാന പന മറിച്ചിട്ട് വീടിന്റെ മേൽക്കൂര തകർത്തു. ചെറംകോണം ചീരാമ്പറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്കാണ് പന മറിച്ചിട്ടത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ചേലക്കര ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരികയാണ്. ചെറങ്കോണം ചീരാമ്പറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ ഈറമ്പനയാണ് കാട്ടാന മറിച്ചിട്ടത്. പന വീണത് വീടിന്റെ പുറകുവശത്തായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നിരവധി ഓടുകൾ തകർന്നു വീണു. വീടിന് മറ്റ് കേടുപാടുകളും സംഭവിച്ചു. കാട്ടാനപ്പേടി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വീട്ടുകാർ പറയുന്നു. നിലവിൽ വീടിനകത്തുപോലും സുരക്ഷിതരല്ലാതായി. 2 കാട്ടാനകൾ പ്രദേശത്ത് സ്ഥിരമെത്തുന്നുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. ആന ഇപ്പോൾ ഇന്നലെ 2 ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ആനയുടെ ഒരു രാത്രി ഒരു 10:30 ഒക്കെ ആയി കഴിഞ്ഞാൽ ആന ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട് തന്നെ. അപ്പോൾ അത് കാരണം എന്താ നശിപ്പിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഫോറസ്റ്റിൽ നിന്ന് വരും അവർ, ഇതേപോലെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ആന പോകും. പക്ഷേ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ആന അങ്ങനെ വരികയാണ്. അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി ആക്രമണം തുടങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അധികൃതർ ഇടപെട്ട ഉടൻ കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ലഹരിയുടെ ആഴങ്ങളിൽ നിന്ന് കവിതയുടെ ലോകത്തേക്കും എഴുത്തിന്റെ വഴികളിലേക്കും കടന്നുവന്ന കാസർകോട്ടെ വിനു വേലാശ്വരം ലഹരിമുക്ത സമൂഹത്തിന് മാതൃകയും പ്രചോദനവുമാണ്. ജനമൈത്രി പോലീസിന്റെ ബോധവൽക്കരണ പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് വിനു. കവിതയാണിപ്പോൾ വിനുവിന് ലഹരി. ചെങ്കൽ മേഖലയിൽ തൊഴിലെടുക്കവേ നീണ്ട 25 വർഷം ലഹരിക്ക് അടിമപ്പെട്ടിരുന്ന വിനു വേലാശ്വരം തന്റെ തിരിച്ചുവരവിന്റെ അനുഭവങ്ങൾ അമൃത വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ്. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലഹരിയിൽ നിന്നും മുക്തനായി കവിത എഴുത്തിൻ്റെയും മറ്റ് രചനകളുടെയും ലഹരിയിലേക്ക് മുങ്ങിത്താഴ്ന്നിരിക്കുകയാണ് കാസർഗോഡ് വേലേശ്വരത്തെ വിനു. വേൽരൂപങ്ങൾ എന്ന കവിതാ പുസ്തകം പുറത്തിറക്കിയതോടുകൂടി വിനു ശ്രദ്ധേയനായി. അതിനു മുൻപ് മദ്യത്തിൻ്റെയും മറ്റ് പുകയില ഉൽപ്പന്നത്തിൻ്റെയും ലഹരിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു ചോദിക്കാം. എങ്ങനെയായിരുന്നു താങ്കൾ ലഹരിയിലേക്ക് വന്നത്? ആ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? ലഹരിയുടെ പിടിയിലാപ്പെട്ട മദ്യത്തിൻ്റെയൊക്കെ. അപ്പോൾ ചെങ്കലിൻ്റെ മേഖല ലോഡിങ്ങും ഇവിടെ ഭയങ്കര ഹാർഡ് വർക്കാണ്. വൈകുന്നേരം സ്വാഭാവികമായിട്ടൊരു വാക്ക് പറഞ്ഞത്, ഇത് വേദന എടുക്കുമ്പോൾ വരും ഗെയിം എടുക്കുമ്പോൾ 2 അടിച്ചാൽ പാങ്ങാവുന്നു. ആ ഒരു വാക്കിൽ നാട്ടിടപ്പോലെ തുടങ്ങിയാണ് എൻ്റെ ജീവിതം നശിക്കാനുള്ള ഒരു കാരണം. തുടക്കം പിന്നെ അതാണ് കള്ളുകൂടിയിലേക്ക് ഒരു വീറിൽ തുടങ്ങിയത്. പിന്നീട് എന്താണ് ശരീരത്തിൽ സംഭവിച്ചത്? സ്വാഭാവികമായി മനുഷ്യൻ്റെ ഭക്ഷണം കഴിക്കാതെ ഉറക്കില്ല, ഊണില്ല, ഉറക്കില്ല. ഇത് കഴിച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. പാൻക്രിയാസും മറ്റുള്ള വയറുവേദനകളിലായിട്ട്. പിന്നീട് അങ്ങനെ മദ്യലഹരിയിലാഴ്ന്നു പോയ മനസ്സിൽ നിന്നും എന്ത് കവിതയാണ് ആദ്യം കുറിച്ചത്? ഇത് മരണത്തെക്കുറിച്ചുള്ള ഇതന്നെ. ഇനിയില്ല കൈവിട്ട് പോയ ഇത് അതിപ്പോൾ റെക്കോർഡിക്കലായിട്ട് എടുക്കാൻ പറ്റാത്തൊരിതായതുകൊണ്ട് അത് സൂക്ഷിച്ചത്. ബാക്കി മരണം കണ്ടുപോയിട്ടുള്ള പിന്നെ ജീവിതം.
ഇപ്പോൾ ഈ പുസ്തകം വെച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തുന്നുണ്ടല്ലോ. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എക്സൈസ് അടക്കമുള്ള വിഭാഗവുമായി ചേർന്ന് നടത്തി? എവിടെയൊക്കെ പോകും? കോളേജുകളിൽ, സ്കൂളുകളിൽ എക്സൈസിൻ്റെയും അവരെ കൂടെ പോകും. പിന്നെ ജനമിത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ പോകും. ലഹരി ബോധവൽക്കരണം. ആ ബോധവൽക്കരണം ആ ക്ലാസ്. എന്താ അവിടെ സംസാരിക്കുന്നത് താങ്കൾ? ഞാൻ കാരണം എൻ്റെ ജീവിതം തന്നെ പറയും. കാരണം ഈ മദ്യത്തിൻ്റെ അഴുക്കുകയിൽ നിന്ന് വന്ന എൻ്റെ ജീവിതം തന്നെ ഞാൻ മറ്റവരോടും പറഞ്ഞതാക്കൽ. കാരണം ഒരാളെന്നും എൻ്റെ കഥ കേട്ടിട്ട് ഈ ലഹരിയിൽ നിന്ന് പിന്മാറിയാൽ പറ്റുമെങ്കിലും അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ അധികം പറയല്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കവിത കൂടി നമുക്ക് കേൾക്കാം. കൊഴിഞ്ഞ തൂവലിനെ ഓർത്ത് പക്ഷി വിലപിക്കാറില്ല. ഇനി പറക്കേണ്ട ഉയരങ്ങളെക്കുറിച്ചാണ് പിന്നെയും പക്ഷിയില്ല. ഒരു തണ്ട് വാടിയാൽ മരം കരയാറില്ല. മറുതണ്ട് തെളിയിപ്പിക്കാൻ വേര് കൊരുതു. ഓപ്പറേഷൻ തൂഫാൻ നിയമപാലകരുടെ വലിയ സേവനങ്ങളിലൂടെ, പരിശോധനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിലേക്ക് കരുത്തു നൽകുന്നതാണ് വിനു വേലേശ്വരം ഈ സമയം നമ്മോടൊപ്പം പങ്കുവെച്ച അനുഭവങ്ങൾ. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. കോട്ടയം മൈമനം പഞ്ചായത്തിലെ ചീപ്പുങ്കൽ വലിയമട വാട്ടർ ടൂറിസം പാർക്കിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. പാർക്കിന് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനും പാർക്കിലേക്കുള്ള റോഡിലെ കയ്യേറ്റങ്ങളുമാണ് വെല്ലുവിളി ഉയർത്തുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് DTPCയിൽ നിന്നും പാർക്ക് ലീസിനെടുത്ത കരാറുകാരൻ പാർക്ക് നടത്തിപ്പിൽ നിന്നും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ്. ഐമനം പഞ്ചായത്തിലെ വലിയമടയിൽ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു കുളമാണ് ഇവിടെ ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നു വന്നു. എന്നാൽ ഇവിടം ലീസിനെടുത്ത് ഇവിടെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐമനം പഞ്ചായത്തിലെ ചീപ്പുങ്കൽ വലിയമടക്കുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഏറ്റെടുത്ത് 4.85 കോടി രൂപ ചെലവിലാണ് വാട്ടർ ടൂറിസം പാർക്കായി മാറ്റിയത്. പിന്നീട് സ്വകാര്യ വ്യക്തിക്ക് ലീസിന് നൽകി. എന്നാൽ പാർക്കിലേക്കുള്ള റോഡിന് കുറുകെയും പാർക്കിന് മുകളിലൂടെയും അപകടകരമായ നിലയിൽ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ നീക്കി സ്ഥാപിക്കുന്നതിന് 4.85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് KSEB തയ്യാറാക്കിയത്. നിരവധി തവണ KSEBയുടെയും DTPCയുടെയും പഞ്ചായത്തിൻ്റെയും ഓഫീസുകൾ കയറിയിറങ്ങിയതിനെ തുടർന്ന് ഒടുവിൽ വൈദ്യുതി ലൈൻ അടുത്തയാഴ്ചയോടെ മാറ്റിസ്ഥാപിക്കാൻ നടപടിയായി. എന്നാൽ പ്രശ്നം ഇനിയും തീരുന്നില്ല. പാർക്കിലേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ടും കൃഷി നടത്തിയുമെല്ലാം കയ്യേറിയിരിക്കുകയാണ്. ഇതോടെ 8 മീറ്റർ വീതിയുള്ള റോഡ് 3 മീറ്ററിൽ താഴെയായി ചുരുങ്ങി. വലിയ വാഹനങ്ങൾക്ക് പാർക്കിലേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയുമായി. പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലമാണ്. 8 മീറ്റർ വീതിയുണ്ട്. 3 മീറ്റർ പോലും ഒരു സ്ഥലത്തുമില്ല. നിങ്ങൾക്ക് പോയി അളന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് മുഴുവൻ ചെടികൾ നട്ട്, വൃക്ഷങ്ങൾ വെച്ച്, മണ്ണിറക്കിയിട്ട്, വിറക് ഇറക്കിയിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. ഈ എൻക്രോച്ച്മെൻറ്റ് കംപ്ലീറ്റ് ഉള്ള സാധനങ്ങൾ മാത്രം മതി ഇവിടെ പാർക്കിംഗ്. അഡീഷണൽ പഞ്ചായത്തിന് പാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല. പൊതുവഴിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാർക്കിന്റെ കരാറുകാരൻ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. വലിയ വാഹനങ്ങൾക്ക് എത്താൻ കഴിയാതെ പാർക്കിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കരാറുകാരൻ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. എൻ്റെ മോള്, കാനഡയിലുള്ള മോളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി. ഈ ബിസിനസ് അവളുടെ പേരിലാണ് ശരിക്കും എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലി, PR ഉള്ള കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിട്ട് പുതിയൊരു സംരംഭത്തിലേക്ക് വന്ന് അതൊന്നും ഇല്ലാതായി പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് കരാറുകാരൻ 1 കോടിയോളം രൂപ മുടക്കി ഇവിടെ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പെഡൽ ബോട്ടുകൾ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ ഒരുക്കി. ഒരേ സമയം 22 പേർക്ക് തൊഴിലും നൽകിയിരുന്ന സംരംഭം ഇപ്പോൾ അടച്ചുപൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് 7 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് നിലവിലുള്ളത്. ഓരോ ദിവസവും തദ്ദേശീയരായ 20-ലധികം പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു പ്രസ്ഥാനമാണ് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത്. പഞ്ചായത്ത് ഇടപെട്ട് ഈ വഴിയിലെ തടസ്സമൊന്നും നീക്കിക്കൊടുത്താൽ ഈ പ്രസ്ഥാനം ഇനിയും സുഗമമായി മുന്നോട്ട് പോകും. കുമരകം വലിയമടയിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഇരുവൃക്കകളും തകരാറിലായ യുവ വാസ്തുശില്പി ചികിത്സാ ചെലവിനായി പ്ലാവിൻ തടിയിൽ തീർത്ത ലക്ഷ്മി വിളക്ക് വിൽക്കാനൊരുങ്ങുകയാണ്. കാസർഗോഡ് കേളോത്തെ ലോഹിതാക്ഷൻ ഉദാരമതികളിൽ നിന്ന് ചികിത്സാ സഹായം തേടുകയാണ്. ക്ഷേത്രങ്ങളിൽ ശില്പവേല ചെയ്ത് ഉപജീവനം പുലർത്തിയ ലോഹിതാക്ഷന്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്.
ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വിധേയനാകുന്ന യുവശില്പിയായ ലോഹിതാക്ഷൻ 10 മാസം സമയമെടുത്ത് പ്ലാവിൻ തടിയിൽ പൂർത്തിയാക്കിയ മനോഹരമായ ലക്ഷ്മി വിളക്കാണ് ചികിത്സയ്ക്കായി വിൽക്കുന്നത്. വിളക്കിന്റെ ചങ്ങല ഒറ്റത്തടിയിൽ തീർത്തത് ലോഹിയുടെ കരവിരുത് പ്രകടമാക്കുന്നു. ഉദാരമതികളുടെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവൃക്കകളും തകരാറിലായ ലോഹിതാക്ഷൻ. ശസ്ത്രക്രിയക്കായി 50 ലക്ഷത്തോളം രൂപ കണ്ടെത്തണം. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ഇവിടെ പെരിയ PHC ഡയാലിസിസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റെടുത്ത കുറച്ച് ജോലികളുണ്ട്, അതിപ്പോൾ എടുക്കുന്നുണ്ട്. അതിന് മുമ്പേ ഏറ്റെടുത്താണ്. പുതിയതായിട്ടൊന്നും ഏറ്റെടുത്തിട്ടില്ല. ആരോഗ്യ പ്രശ്നം കൊണ്ട് തന്നെയാണ്. വിളക്ക് അത് ആ സമയത്ത് ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തതാണ്. പിന്നെ പണി പുറത്തൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ റെസ്റ്റുള്ള സമയത്ത് ഇവിടുന്ന് ചെറുതായിട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നല്ല അതിന് ആരെങ്കിലും ഇതായെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പൂർണ്ണ ആ ചങ്ങല അതിൻ്റെ അത് ഒറ്റ മരമാണ്. ഒറ്റ മരത്തിൽ തീർത്തതാണ്. 4 അടി ഹൈറ്റ് ഉണ്ട്. അത് 4 അടി മരത്തിൽ ഒറ്റ ഇതായിട്ട് കുത്തിയെടുത്താണ് ചങ്ങല. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് മനോഹരമായ വിളക്ക് സമർപ്പിച്ചിരുന്നു. രോഗബാധിതനായതോടെ ക്ഷേത്രശില്പ നിർമ്മാണത്തിൽ നിന്ന് 1 വർഷം മുൻപ് പിൻവാങ്ങി. ലോഹിതാക്ഷന്റെ ചികിത്സക്കായി കേളോത്ത് യുവശക്തി ക്ലബ്ബ് നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരിയ ശാഖയിൽ ചികിത്സാ സഹായാർത്ഥം അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. ദേശീയപാത 66 6 വരി വികസനത്തിന്റെ നിർമ്മാണം കൊല്ലം ജില്ലയിൽ പാതി വഴിയിലാണ്. പല ഭാഗങ്ങളിലും ഫ്ലൈ ഓവർ നിർമ്മാണം ആരംഭിക്കാനാകാത്തതും കല്ലും താഴത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ഇതിനിടെ പാരിപ്പള്ളിയിലും ചാത്തന്നൂരിലും ഉയരപ്പാത ബലപ്പെടുത്താൻ നടത്തുന്ന സോയിൽ നെയിലിംഗ് നടപടിയെക്കുറിച്ചും ആശങ്ക ഉയരുന്നുണ്ട്. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ കാവനാട്, പാരിപ്പള്ളി, കടമ്പാട്ടുകുളം, ചവറ മേഖലകളിൽ മാത്രമാണ് നിർമ്മാണം ഏകദേശം 70% പൂർത്തിയായത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രവൃത്തികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കേണ്ട ഭാഗങ്ങളിലും ദേശീയപാത ഉയരപ്പാതയായി കടന്നുപോകുന്ന മേഖലകളിലുമാണ് ഏറ്റവും കൂടുതൽ കാലതാമസം നേരിടുന്നത്. കല്ലുംതാഴം അയത്തിൽ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെയും ദേശീയപാതയുടെയും നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുൻപ് ഗതാഗതം നിരോധിച്ചിരുന്നു. എന്നാൽ മതിയായ സർവീസ് റോഡുകൾ ഒരുക്കാത്തതിനാൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഉയരപ്പാതയുടെ ഒരു വശത്തെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് നേരത്തെ ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതും നടപ്പിലായില്ല. കൊല്ലം പട്ടണത്തിൻ്റെ കിഴക്കേ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണം മൂലം അടഞ്ഞിരിക്കുന്നത്. കൊല്ലം ടൗണിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗതാഗത തടസ്സം, കുരുക്ക് എല്ലാം ഗതാഗത കുരുക്ക് തടസ്സമുണ്ടായിരിക്കുന്നത് ഇവിടുത്തെ നിർമ്മാണ വൈകല്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഈ NHന്റെ പണി തീരുന്നതോടൊപ്പം തന്നെ പ്രദേശവാസികളാണല്ലോ ഈ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. പ്രദേശവാസികൾക്ക് ഇവിടെ ഈ റെയിൽവേ ലൈനിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വഴിയില്ല. അതിനുള്ള വഴി ഉണ്ടാകണം എന്നുള്ള 6 മാസക്കാലത്ത് ഞങ്ങളുടെ സമരം, നിരന്തരമായുള്ള സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെയാണ് മന്ത്രി ഷിബു ബേബി ജോൺ നേരിട്ട് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. കല്ലും താഴത്തെ ഗതാഗത പ്രശ്നത്തിന് ഈ മാസം 22-നകം പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി മന്ത്രി അറിയിച്ചു. മേവറം ജംഗ്ഷനിൽ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി ഉയരപ്പാതയുടെ ഭാഗം പൊളിച്ചുമാറ്റിയെങ്കിലും ഫ്ലൈ ഓവർ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കടവൂരിൽ പൈലിംഗ് ജോലികൾ മാത്രമാണ് പുരോഗമിക്കുന്നത്. ഇത്തിക്കരയിൽ അടിപ്പാതയുടെ നിർമ്മാണം പാതി വഴിയിലാണ്. ദേശീയപാത തകർന്നു വീണ മൈലക്കാട് മാത്രമാണ് കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അതിനാൽ പദ്ധതി പൂർത്തിയാകാൻ ഇനിയും കാലതാമസമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിർമ്മാണം വേഗത്തിലാക്കി ഗതാഗതക്കുരുക്കിനും യാത്രാ ദുരിതത്തിനും എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഈ വികസനം എപ്പോഴും നല്ലതാണല്ലേ, പക്ഷെ അത് ഒച്ചിഴയുന്ന വേഗത്തിലാണെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും പ്രതിഷേധിക്കാതെ? ഇന്ന് കർക്കടകം 1. വിശ്വാസത്തിൻ്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കടക മാസം. ഇനി 1 മാസക്കാലം ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. പേമാരി കോരിച്ചൊരിയുന്ന കർക്കിടകം പണ്ട് പഞ്ഞമാസമായിരുന്നു. പട്ടിണിയും രോഗപീഠകളും ദുരിതം വിതയ്ക്കുന്ന സമയം. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് പഴമക്കാർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ശീലമാക്കിയത്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്
കാനനവാസം ഉൾപ്പെടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കുമ്പോൾ കേവലം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതിനു പുറമെ ജീവിതത്തിൽ ശുദ്ധിയും ചിട്ടയും ഉറപ്പാക്കുകയും ഒരു ലക്ഷ്യമായിരുന്നു. വീട്ടിലെ മുതിർന്നവർ കർക്കിടക മാസത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം കുളിച്ച് ഭസ്മധാരണം ചെയ്ത രാമായണം പാരായണം ചെയ്യുകയാണ് പ്രധാന ചടങ്ങ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുകിണ്ടിയിൽ വെള്ളവും അഷ്ടമാംഗല്യവും ഒരുക്കി വെച്ചാണ് രാമായണ പാരായണം. സന്ധ്യാസമയത്തും ഇത് ആവർത്തിക്കും. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസം പഞ്ഞമാസമായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നിപ്പം അത് മാറി കർക്കിടക മാസം എന്ന് പറയും രാമായണ മാസമായി. ഈ 10-30 ദിവസം രാമായണം ചൊല്ലും. ദുരിതങ്ങളെല്ലാം അകറ്റുവാനും നാട്ടിൽ ഐശ്വര്യം നിറയുവാനും ഇത് വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. അമൃത ന്യൂസ്, കോഴിക്കോട്. വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് മുതൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഇനി ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിലൊക്കെ ഇനി രാമായണ പാരായണത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. അവിടെ എങ്ങനെയാണ്, തിരക്കുകളുണ്ടോ? പിന്നെ കിരൺ എപ്പോഴെങ്കിലും രാമായണ പാരായണമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഈ രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു മാസക്കാലം നോക്കിക്കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് രാമായണശീലികൾ പുണ്യം നിറക്കുന്ന ഒരു മാസക്കാലം കൂടി തന്നെയാണ്. ഏതായാലും വീടുകളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീടുകളിൽ മുതിർന്നവരും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഈ രാമായണം ചൊല്ലുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒപ്പം തന്നെ ഈ ദേഹരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ആയുർവേദത്തിലും വലിയൊരു പ്രാധാന്യം ഉള്ളൊരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഏതായാലും ഈശ്വര ഭക്തിയിൽ മുഴുകിക്കൊണ്ട് ഈ പഞ്ഞമാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കർക്കിടക മാസത്തെ അതിനെ ആധ്യാത്മികതയുടെ രീതിയിലേക്ക് അല്ലെങ്കിൽ രാമമന്ത്രങ്ങൾ മുഴുകിക്കൊണ്ട് അതിനെ ഭക്തിസാന്ദ്രമാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഇനി ഏതായാലും കേരളത്തിൽ ഒരു മാസ കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും രാമായണ മാസമായി ബന്ധപ്പെട്ടുള്ള രാമായണ പാരായണങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന പാവക്കുളം ക്ഷേത്രത്തിലടക്കം ഈ രാമായണ പാരായണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും രാമായണ മാസത്തിൻ്റെ പ്രത്യേകത അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഏതായാലും രാമായണ മാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഓമനക്കുട്ടേട്ടൻ എന്നുള്ള വ്യക്തി, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു സവിശേഷത മലയാളികളെ സംബന്ധിച്ച്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം അതും വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മഹത്തായ ദൗത്യമാണ് ഇന്ന് സമാജം ഏറ്റെടുത്തിട്ടുള്ളത്. ഉത്തമനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ എല്ലാം തന്നെ വരുന്ന തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ദൗത്യമാണ് ഇന്ന് സമാജം ഏറ്റെടുത്തിട്ടുള്ളത്. 1982 രാമായണ മാസാചരണം കേരളത്തിൽ ആരംഭിക്കുന്നത്. അതിനു മുമ്പും രാമായണം പാരായണം ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് ലോപം വന്ന സമയത്താണ് വിശാല ഹിന്ദു സമ്മേളനം ഈ രാമായണ മാസാചരണം ആരംഭിക്കണം എന്ന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം നടന്നു വരുന്നത്.
ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീരാമൻ എന്നുള്ളത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മാതൃകാ പുരുഷോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അത് ഓരോരുത്തരിലേക്കും പകർന്നെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാമായണ മാസം ആചരിക്കപ്പെടുന്നത്. ഏതായാലും വീടുകളിലും ഒപ്പം ക്ഷേത്രങ്ങളിലുമൊക്കെ ഇന്ന് മുതിർന്നവരും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഈ രാമായണം ചൊല്ലുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയൊരു മാസക്കാലഘട്ടം മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാമായണ ശീലുകൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. ശരി, എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ നിന്നാണ് കിരൺകുമാർ വിശേഷങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കടക മാസാരംഭത്തിന്റെ ഭാഗമായുള്ള ആനയൂട്ട് ഇന്നാണ്. ആനയൂട്ടിൽ 55ഓളം ആനകൾ പങ്കെടുത്തേക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ വടക്കുംനാഥനിലെ ആനയൂട്ട് കാണാൻ ആയിരങ്ങൾ എത്താറുണ്ട്. ഹരീഷ് ചേരുകയാണ് ഈ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട്. ഹരീഷ്, ഈ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ നല്ല ഭക്തജന തിരക്കായിരിക്കും അല്ലേ? അശ്വര, തീർച്ചയായിട്ടും നമുക്കറിയാം കർക്കിടക മാസമാണ്, രാമായണമാണ്. കർക്കിടകത്തിൽ സുഖചികിത്സ ആനകൾക്ക് പതിവാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വടക്കുംനാഥനിൽ ഇത്തരത്തിൽ ആനകളുടെ ആനയൂട്ട് ഉള്ളത്. ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ ഒരുമിച്ച്, അതായത് ഉത്സവത്തിനല്ലാതെ ഏറ്റവും കൂടുതൽ ആനകൾ ഒന്നിച്ചെത്തുന്ന ഒരു ചടങ്ങാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അത് വടക്കുംനാഥനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. എനിക്ക് പുറകിൽ കാണാം, ഇപ്പോൾ തന്നെ ആനകൾ നിരന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ ആടയാഭരണങ്ങളില്ലാതെ ആനകൾ ഒന്നിച്ചു കൂടുന്ന ഏക കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മഹോത്സവമാണ് ഇപ്പോൾ ഈ ഒരു തൃശ്ശൂർ വടക്കുംനാഥനിൽ നടക്കുന്നത്. ആനയൂട്ട് അത് ഈ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് രാമായണ മാസവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രധാനം നമുക്ക് ഇതിന് കണക്കാക്കേണ്ടി വരും. വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം നമുക്കിവിടെ കാണാം. പ്രത്യേകിച്ചും ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും ഒക്കെ ഒരു കടന്നുവരവ് തീർച്ചയായും നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെ ക്ഷേത്രം ഭാരവാഹികൾ കൂടി ചേരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ആനയൂട്ട് എല്ലാ വർഷവും വർഷങ്ങളായി നടത്തി വരുന്നതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ ഭാഗമായിട്ട് കർക്കിടകം 1-നാണ് നടത്തുന്നത്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളിത് 45ാമത്തെ വർഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നത്. അപ്പോൾ ആനകൾക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഒരു 50 കിലോ അരിയുടെ ചോറ്, നെയ്യ്, തേൻ, ശർക്കര, ഗണപതി ഹോമം കൂട്ടുകൂടി ഒരു 500 കിലോ അരിയുടെ ചോറ് ഓരോ ആനയ്ക്കും 10 ഉരുള വെച്ച് കൊടുക്കും. അതേപോലെ വിഭവ സദ്യ പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒരു 9 തരം ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, കക്കിരി, ചോളം, മാമ്പഴം, പഴം, തണ്ണീർമത്തൻ, അങ്ങനെ 9 ഫ്രൂട്ട്സും ആനകൾക്ക് കൊടുക്കുന്നുണ്ട്. ക്ഷേത്ര മേശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന ആനയ്ക്ക് കൊടുത്തു തുടങ്ങി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൻ്റെ വടക്കോട്ട് തെക്കുവരെയുള്ള എല്ലാ വലിയ ആനകളും ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. അതും കേരളത്തിലെ ഏറ്റവും ആദ്യം ആനയൂട്ട് തുടങ്ങിയത് വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. ഇത് 45ാമത്തെ വർഷമാണ് മുടക്കമില്ലാണ്ട് ആനയൂട്ട് നടക്കുന്നത്. വലിയൊരു തിരക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടും. ആനപ്രേമികൾ ഒരുപാട് പേര് വരും. അതിന് പുറമെ ഭക്തരുടെ ഒരു തിരക്ക്, പ്രത്യേകിച്ച് രാമായണ മാസം കൂടി ആകുമ്പോൾ ഭക്തജന തിരക്കും കൂടും. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു തിരക്കൊക്കെ എത്രത്തോളം പ്രതീക്ഷിക്കുന്നത്? എല്ലാ കൊല്ലവും മുടക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭക്തജന തിരക്ക് കൂടി പോലീസുകാരുടെ കണക്ക് പ്രകാരം ഇപ്രാവശ്യം 40,000 പരം ജനങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിന് എത്തുമെന്ന് വിചാരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും വയസ്സായവരും എല്ലാവരും അടക്കം നല്ല തിരക്കാണ് പതിവ്. എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ എല്ലാ ആനകൾക്കും എന്തെങ്കിലും ഒരു കരിമ്പോ ഒരു പഴമോ ഒരു ചോറോ കൊടുക്കാൻ എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 50 ആനകൾക്ക് നമ്മൾ എല്ലാ സ്ഥലത്തും എല്ലാ ഫ്രൂട്ട്സും കൊണ്ടുകൊടുത്ത് ഭക്തജനങ്ങൾക്ക് ആനകൾക്ക് ഈ എന്താ പറയുക ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതും രാമായണ മാസം തുടക്കം ഗണപതിക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മാസം നന്നായി എന്ന് പറഞ്ഞ പോലെ ഭക്തജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഒരു 10,000 പേർക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ആനയ്ക്ക് കൂട്ടി അവനവൻ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോകുന്ന ദിവസമാണ് കർക്കിടക രാമായണ മാസം 1-ാം തീയതി വടക്കുംനാഥ ക്ഷേത്രത്തിൽ. പ്രധാനമായിട്ടും പഴങ്ങൾ, ശർക്കര, ഉരുള, പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതിന് പ്രധാനമായിട്ട് ഇത് ഊട്ടിൽ ആനകൾക്ക് 10 ഉരുള ചോറ്, അതിൻ്റെ കൂടെ നമ്മളെന്താ 10 ഉരുള ചോറിൻ്റെ കൂടെ നമ്മളെന്താ വെച്ചാൽ ഈ കുറച്ച് തേൻ, കുറച്ച് നെയ്യ്, മഞ്ഞപ്പൊടി, കുറച്ച് ഗണപതി ഹോമം കൂട്ടായിട്ട് 10 ഉരുളയാണ് ഒരു ആനയ്ക്ക് കൊടുക്കുക. ഈ 10 ഉരുള കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞ ഒരു ഔഷധക്കൂട്ടും കൊടുക്കുന്നത്. ആനകൾക്ക് ഇതൊക്കെ കഴിച്ച് ദഹിക്കാൻ വേണ്ടി ഒരു അഷ്ടചൂർണത്തിൻ്റെ ഔഷധക്കൂട്ടും ആനകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ആനകൾ പോകുമ്പോൾ ശരിക്കും സുഖമായി ഭക്ഷണം കഴിച്ച് ദഹിച്ചിട്ടാണ് പോണത്. ഇന്ന് തൊട്ട് ശരിക്കും ഒരു ആനകളുടെ സുഖചികിത്സ കാലമാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആനകളുടെ സുഖചികിത്സ കാലമാണ്. കാരണം എന്താ വെച്ചാൽ ശരിക്കും കർക്കിടക മാസത്തിൽ ആനകളൊക്കെ എന്താ പറയുക കെട്ടണ കാലമാണ്. അപ്പോൾ സുഖചികിത്സ ഇവിടുത്തെ ആഹാരം കഴിച്ചു തുടങ്ങി സുഖചികിത്സ തുടങ്ങുകയാണ്.
അതാണ്, അതായത് ഈ ഒരു ആനകൾക്ക് സുഖചികിത്സാ കാലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അവർക്ക് ദഹിക്കാൻ വേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു സുഖചികിത്സാ കാലത്ത് കൊടുക്കേണ്ട രീതിയിലുള്ള ഔഷധക്കൂട്ടുകൾ അടങ്ങിയ പ്രത്യേക ഭക്ഷണങ്ങളാണ് ഇന്ന് ആനയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാമായണ മാസമാണ്, കർക്കിടകമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജനത്തിരക്ക് പൊതുവേ ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അതിന് പുറമെ ഈ ആനയൂട്ട് കൂടി ആയപ്പോൾ വലിയ രീതിയിൽ ആനപ്രേമികൾ അടക്കം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന, വടക്കുന്നാഥനിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എല്ലാ ആനകളും ഇവിടെ അണിനിരക്കും. ഇപ്പോൾ തന്നെ പ്രധാന ആനകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പിടിയാനകളും കൊമ്പനാനകളും അടങ്ങി ഏകദേശം 50-ൽ പരം ആനകളാണുള്ളത്. അല്പസമയത്തിനകം ആനയൂട്ട് ആരംഭിക്കും. ഐശ്വര്യ. അതെ, ഹരീഷ് പറഞ്ഞതുപോലെ ഈ ആഢ്യാഭരണങ്ങളൊന്നും ഇല്ലാതെ ആനകളെ കാണുക, അതിനൊരു അവസരമാണ് ഇത്. എന്തായാലും കർക്കിടകം എന്നത് ചികിത്സയുടെ മാസം കൂടിയാണ്. കർക്കിടക മാസത്തെ ചികിത്സയുടെ പ്രത്യേകതകൾ എന്ത് എന്നത് സംബന്ധിച്ച് പ്രമുഖ ആയുർവേദ സ്ഥാപനമായ പങ്കജ കസ്തൂരി ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം. എല്ലാവർക്കും കർക്കിടക മാസത്തെപ്പറ്റി ഒരുപാട് ചിന്തകളാണ്. എന്താണ് കർക്കിടക മാസം, പ്രത്യേകിച്ചും ആയുർവേദ ചികിത്സയുടെ മാസം, രാമായണ മാസം, ഭക്തിയുടെ മാർഗം, മഴയുടെ കാലം, ഒരുപാട് സവിശേഷതകൾ കർക്കിടക മാസത്തിനുണ്ട്. എന്താണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. പ്രകൃതി ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത് പോലെ തന്നെ 6 മാസം വീതമുള്ള 2 ഘടകങ്ങളായിട്ട്, 2 പാർട്ടായിട്ട് ആദാനകാലം, വിസർഗകാലം എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ആദാനകാലം എന്ന് പറയുമ്പോൾ ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഈ 3 ഋതുക്കൾ, ഒരു ഋതു 2 മാസമാണ്. അങ്ങനെയുള്ള 6 മാസത്തെ ആദാനകാലം എന്ന് പറയുന്നു. ആദാനകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രകൃതി ആരോഗ്യത്തെ, ബലത്തെ, ഊർജത്തെ ആദാനം ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ആഗിരണം ചെയ്യുന്നു. ആ കാലഘട്ടം പൊതുവേ നമുക്കൊരു മാന്ദ്യം, ഒരു ക്ഷീണം, ഒരു ഉന്മേഷക്കുറവ്, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഉറങ്ങാൻ പറ്റിയാൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ശാരീരികമായ ഉന്മേഷക്കുറവ്, ബലക്കുറവ്, ശക്തിക്കുറവ് ഒക്കെ തോന്നുന്നൊരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 6 മാസം, അതായത് നേരത്തെ പറഞ്ഞ ശിശിരം, വസന്തം, ഗ്രീഷ്മം കഴിഞ്ഞാൽ വർഷം, ശരത്ത്, ഹേമന്തം, ഈ 2 മാസം വീതമുള്ള 3 ഋതുക്കളെ വിസർഗകാലം എന്ന് പറയും. പ്രകൃതി മനുഷ്യരിലേക്ക് ആരോഗ്യത്തെ വിസർജിക്കുകയല്ല, വിസർഗിക്കുക. ആ വിസർഗം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നും നമുക്ക് ആരോഗ്യം കിട്ടുന്ന കാലഘട്ടം. ഇപ്പം വിസർഗകാലമാണ്. ഈ വിസർഗകാലത്തിൻ്റെ നടുവിലാണ് വർഷം കഴിഞ്ഞിട്ട് വരുന്ന ശരത്, ഹേമന്തം വരുന്ന. അപ്പോൾ നടുവിലുള്ള കാലഘട്ടത്തെ കർക്കിടക മാസം, അതായത് ഈ വിസർഗകാലത്തിൻ്റെ മധ്യത്തുള്ള കാലഘട്ടമാണ് കർക്കിടക മാസം. ഇതിന് പ്രത്യേകത, ഈ സമയത്ത് ചികിത്സയുടെ ഫലം കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ചികിത്സ ഫലം, നമ്മളിപ്പോൾ ആയുർവേദ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഫലം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. വേറൊരു പ്രത്യേകത, നമ്മളിപ്പം വർഷകാലം തുടങ്ങി പല സാഹചര്യങ്ങളാലും നാം കുടിക്കുന്ന ജലം മലിനമായിരിക്കും, രോഗഗ്രസ്തമായിരിക്കും ഈ കാലഘട്ടം. പെട്ടെന്ന് രോഗം വരാനുള്ള സാഹചര്യം അല്ലാതെ ഉണ്ട്. പ്രകൃതിയിൽ നിന്നും മനുഷ്യരിലേക്ക് ആരോഗ്യം കിട്ടുന്ന കാലഘട്ടമാണ് എങ്കിലും പ്രകൃത്യാ തന്നെ നമ്മുടെ ശാരീരികമായ ആയുർവേദ ശാസ്ത്രപ്രകാരം വാതം, പിത്തം, കഫം എന്നൊക്കെ പറയുന്ന ദോഷങ്ങൾ, ശരീരത്തിൻ്റെ ദോഷാവസ്ഥ, അവയുടെ സമവായീകരണമാണ് ചികിത്സ. അവയെ നേരായി നിർത്തിക്കൊണ്ടു പോകുന്നതാണ് ചികിത്സ. ആ തരത്തിലുള്ള വാതപിത്ത കഫദോഷങ്ങൾ ഉത്ക്ലേശം ചെയ്യുക, ശരീരം ദോഷം ഇളകി രോഗമുണ്ടാകുക എന്ന് പറയും. അതിനുള്ള കാലഘട്ടമാണ്, ആ കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളകുന്ന കാലഘട്ടത്തിൽ ചികിത്സ ചെയ്താൽ അവയെ ഇളക്കിക്കളഞ്ഞ്, അവയെ നിർഹരിച്ച് കളഞ്ഞ്, ഡീടോക്സിഫൈ ചെയ്ത് ശാരീരികമായ ഉന്മേഷം കിട്ടാൻ സഹായിക്കുന്ന കാലഘട്ടം കൂടെയാണ് ഈ പറയുന്ന കർക്കിടക മാസം, അല്ലെങ്കിൽ ഈ പറയുന്ന 6 മാസ കാലഘട്ടം, വിസർഗകാലം, പ്രത്യേകിച്ചും കർക്കിടക മാസം. അതുകൊണ്ടാണ് എല്ലാവരും ഈ സമയത്ത് ദോഷങ്ങളെല്ലാം ഇളകി നിൽക്കുന്ന കാലം, ചികിത്സ ചെയ്താൽ വളരെ പെട്ടെന്ന് ചികിത്സാ ഫലം കിട്ടുന്ന കാലം, ശാരീരികമായ ഉന്മേഷമുള്ള കാലം. പിന്നെ മഴക്കാലം അതിന് ശേഷമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും കർക്കിടക മാസത്തെ വേറൊരു പേരുടെ പറയും, രാമായണ മാസം എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ടും മഴയായിരുന്നു. പകൽ മൊത്തം ഒന്ന് രാമായണ പാരായണം എന്നുള്ള കൺസെപ്റ്റ്, രാമായണം പാരായണം ചെയ്യാൻ പറ്റിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ രാമായണം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, മാനസികമായ, ബൗദ്ധികമായ, ആധ്യാത്മികമായ ഉന്നമനമുണ്ടാകുന്നൊരു കാലഘട്ടം.
കൂടാതെ എപ്പോഴും പകൽ സമയം രാത്രി പോലെ കിടക്കും. മഴക്കൂരാപ്പെന്നൊക്കെ നാട്ടുഭാഷയിൽ പറയും. അത് മാറി ഐശ്വര്യം വരുന്ന, അത് കഴിഞ്ഞാൽ രാമായണ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിങ്ങമാണ്. പിന്നെ പണ്ട് കാലങ്ങളിൽ വേറൊരു പ്രത്യേകതയുണ്ട്. കർക്കിടക മാസം പഞ്ഞമാസം എന്നൂടെ പറയും. മഴക്കാലമായതുകൊണ്ട് കൃഷിയൊന്നുമില്ല, വിളവെടുപ്പിന് വേണ്ടി തയ്യാറാകുന്നൊരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസം കഴിഞ്ഞാൽ അടുത്ത് ചിങ്ങമാസമായി. ഈ ചിങ്ങമാസത്തിൽ ഈ തരത്തിലുള്ള ദോഷ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഡീടോക്സിഫൈ ഒക്കെ ചെയ്ത് ശാരീരികമായ ഉന്മേഷം കിട്ടിയതിന് ശേഷം ചികിത്സ ചെയ്ത് ഉന്മേഷം കിട്ടിയ ശരീരത്തിലേക്ക് പുന്നല്ലരി കഴിക്കുക, വയറിന് പ്രശ്നമുണ്ടാകാതെ ശരിയാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ഒത്തുചേരുന്നൊരു കാലഘട്ടമാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ആയുർവേദ പ്രകാരവും ഹിന്ദു മിത്തോളജി പ്രകാരവും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസം ചികിത്സയ്ക്ക് തയ്യാറാകുന്നത് വളരെ ശ്രേഷ്ഠമാകുന്നു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. അപ്പോൾ ഇന്നും വിപണി എങ്ങനെയായിരിക്കും? നഷ്ടത്തിലായിരിക്കുമോ തുടക്കം? ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരുന്നു. പശ്ചിമേഷ്യയിലെ മാറിമറിയുന്ന സംഘർഷാവസ്ഥ, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള വർധനവ്, രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവ്, ഇതെല്ലാം വിപണിയെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ആഗോള വിപണികളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിൽപ്പന പ്രകടമായിരുന്നു. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടായി. പല മേഖലകളിലും, പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മേഖലകളിൽ വലിയ തോതിലുള്ള വിൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വീണ്ടും വിൽപ്പനയിലേക്ക് നീങ്ങിയത് വലിയ തോതിൽ വിപണിയെ സ്വാധീനിക്കുന്നുമുണ്ട്. ഇന്നലെ 4000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയുടെ നീക്കത്തെ സ്വാധീനിക്കുകയും ചെയ്യും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് ഒരു വിപണിക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്ന പ്രവർത്തന ഫലങ്ങൾ വിപണിക്ക് പ്രോത്സാഹനം നൽകുന്നതായിരുന്നു. മികച്ച പ്രവർത്തന ഫലങ്ങളുടെ പിൻബലത്തിൽ വിപണിയിൽ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ കൂടി ആഗോള ഘടകങ്ങൾ അത്ര തൃപ്തികരമല്ലാതെ തുടരുന്നതാണ് വിപണിയെ വലിയ തോതിൽ ഒരു വിൽപ്പനയിലേക്ക് നയിച്ചത്. 24,000 എന്നുള്ള നിലവാരം മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം തന്നെയാണ്. ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ 23,800 എന്ന നിലവാരത്തേക്ക് നീങ്ങാനും മതി. അല്ലെങ്കിൽ 24,000 പ്രധാന അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. മുകളിലേക്ക് തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കണമെങ്കിൽ 24,300 എന്നുള്ള നിലവാരം മറികടന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 24,500 എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. നേരിയ ഒരു നിലവാരത്തിലായിരിക്കാം വിപണിയിൽ താല്പര്യം, നിക്ഷേപം അല്ലെങ്കിൽ വിപണിയിലെ നീക്കം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ദിവസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ഏറെ നിർണായകമാവുക. അപ്പോൾ ഇന്ന് നേരിയ നേട്ടത്തിലാകും വ്യാപാരം തുടങ്ങുക. തലസ്ഥാന നഗരിയിലെ സ്വർണ്ണാഭരണ പ്രേമികൾക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കാൻ ചുങ്കത് ജ്വല്ലറി വീണ്ടും ഒരുങ്ങി. ആകർഷകമായ രീതിയിൽ നവീകരിച്ച തിരുവനന്തപുരം ഷോറൂമിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ചലച്ചിത്ര താരം ഇഷ തൽവാർ നിർവഹിച്ചു. റീ ഓപ്പണിംഗിന്റെ ഭാഗമായി വിസ്മയിപ്പിക്കുന്ന ഓഫറുകളാണ് ചുങ്കത് ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജ്വല്ലറി സന്ദർശിക്കുന്നവർക്കായി ഹ്യുണ്ടായി എക്സ്റ്റർ കാറാണ് ബമ്പർ സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചുങ്കത് ജ്വല്ലറി TVM മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ VN ആണ് ഇക്കാര്യം അറിയിച്ചത്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. അങ്ങനെ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന മത്സരങ്ങൾ പരിസമാപ്തിയിലേക്കാണ്. മെസ്സിയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന കലാശ പോരാട്ടത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്പെയിനിന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെ നേരിടും. ഞായറാഴ്ച ന്യൂ ജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിലാണ് മത്സരം. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റ തവണയാണ് ഏറ്റുമുട്ടിയത്. 1966 നടന്ന മത്സരത്തിൽ അർജന്റീന 2-1 സ്പെയിനെ പരാജയപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ഇരുവരും നേർക്കുനേർ വന്നത് 2018 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിലാണ്. അന്ന് അർജന്റീനയെ 6-1 തകർത്ത സ്പെയിനിന്റെ നേട്ടവും ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്.
ലോകകപ്പ് ഫുട്ബോൾ ട്രോഫിയുടെ ആദ്യ ചരിത്രം തുടങ്ങുന്നത് 1930 മുതലാണ്. ഇതിനിടെ 2 തവണയാണ് ലോകകപ്പ് ട്രോഫി കളവ് പോയത്. മോഷ്ടിച്ചത് ആരെന്നോ എന്തിനെന്നോ ഇതുവരെ തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. 2026 മുതൽ ജേതാക്കളാകുന്ന ടീമിന് സമ്മാനദാന ചടങ്ങിൽ കുറച്ചുനേരം മാത്രമാണ് ഒറിജിനൽ ട്രോഫി കൈവശം വയ്ക്കാനാവുക. പകരം യഥാർത്ഥ ട്രോഫിയുടെ സ്വർണം പൂശിയ വെങ്കല പകർപ്പ് മാത്രമാണ് സംഘാടകരായ ഫിഫ കൈമാറുന്നത്. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ആബേൽ ലാഫ്ലോർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിൻ്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 3.8 കിലോ ഭാരമുള്ള സ്വർണം പൂശിയ സ്റ്റെർലിംഗ് സിൽവർ കൊണ്ടുള്ള പ്രതിമയ്ക്ക് 35 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരുന്നു. ഫിഫയുടെ മുൻ പ്രസിഡന്റും ലോകകപ്പിൻ്റെ ഉപജ്ഞാതാവുമായ ജൂൾസ് റെമറ്റോയുടെ പേരിലാണ് ആദ്യ ട്രോഫി അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ 1966 ഇംഗ്ലണ്ട് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് നാടകീയമായി ആ ട്രോഫി അപ്രത്യക്ഷമായി. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിൽ നടന്ന ഒരു സ്റ്റാമ്പ് പ്രദർശനത്തിൽ പൊതുജനങ്ങൾക്കായി കാണാൻ വച്ചിരുന്ന ട്രോഫിയാണ് മോഷണം പോയത്. സംഭവം രാജ്യത്തിനാകെ നാണക്കേടുമായി. 100 കണക്കിന് ഉദ്യോഗസ്ഥരെ കേസ് അന്വേഷിക്കാൻ നിയോഗിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മോഷണം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം കഥയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ്. പിക്കിൾസ് എന്ന നായ ഒരു കുറ്റിക്കാടിനടിയിൽ ഒളിപ്പിച്ച നിലയിലുള്ള നഷ്ടപ്പെട്ട ജൂൾസ് റെമറ്റ ട്രോഫി കണ്ടെത്തി. എന്നാൽ കഥ അവിടെയും അവസാനിച്ചില്ല. 1970 മൂന്നാം തവണയും കിരീടം ചൂടിയ ബ്രസീലിന് ഈ ട്രോഫി സ്ഥിരമായി നൽകി. 1983 ഈ ട്രോഫി വീണ്ടും മോഷണം പോവുകയും പിന്നീട് കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്തു. അതേസമയം 1974 മുതൽ ലോകകപ്പ് ട്രോഫി ബ്രസീലിന് സ്വന്തമായതോടെ ഫിഫ എന്ന പേരിൽ പുതിയ ട്രോഫി അവതരിപ്പിച്ചു. ഇറ്റാലിയൻ ശില്പിയായ സിൽവിയോ ഗസനിഗയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 36.8 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഗോൾഡൻ ട്രോഫിക്ക് 6.142 കിലോ ഭാരമുണ്ട്. ഭൂമിയെ കയ്യിലേന്തിയ 2 മനുഷ്യർ എന്നതാണ് ഈ ട്രോഫിയുടെ രൂപകൽപ്പനയ്ക്ക് ആധാരമായ വിഷയം. പശ്ചിമ ജർമ്മൻ ക്യാപ്റ്റനായ ഫ്രാൻസ് ബെക്കൻബോവറാണ് ഈ പുതിയ ട്രോഫി ആദ്യമായി ഉയർത്തിയത്. തുടക്കകാലത്ത് സ്വർണം പൂശിയ ലോകകപ്പിന് $50,000 മാത്രമായിരുന്നു വില. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് കണ്ട് പരിചയപ്പെട്ട ലോകകപ്പിന് $20 മില്യൺ വിലമതിക്കുന്നുണ്ട്. 2006 മുതൽ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളാകുന്ന ടീമിന് യഥാർത്ഥ ട്രോഫിയുടെ സ്വർണം പൂശിയ വെങ്കല പകർപ്പ് മാത്രമാണ് സംഘാടകർ നൽകുന്നത്. ഫൈനലിന് ശേഷം നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ കുറച്ചുനേരം മാത്രമാണ് ഒറിജിനൽ ട്രോഫി ചാമ്പ്യന്മാർക്ക് കൈവശം വയ്ക്കാനാകുക. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമെത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 44 ഓവറിൽ 233 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. വിരാട് കോഹ്ലി 65 റൺസും ശ്രേയസ് അയ്യർ 66 റൺസും നേടി മികച്ച പ്രകടനം നടത്തി. ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചറും ഗസ് അറ്റിക്സണും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 44.1 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 235 റൺസ് നേടിയത്. പുറത്താകാതെ 99 റൺസ് നേടിയ ജോ റൂട്ടിന്റെ ഇന്നിംഗ്സാണ് ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചത്. പരമ്പരയിലെ അവസാനത്തെ മത്സരം ലണ്ടനിലെ ലോർഡ്സിൽ ജൂലൈ 19 നടക്കും. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.